ഒരു ഓഫ് റോഡ് അനുഭവം. നിരവധി ഡോക്യുമെൻ്ററികളിലൂടെയും സംഗീത ആൽബങ്ങളിലൂടെയും പ്രശസ്തനായ നമ്മുടെ രൂപതാംഗവും ബക്കളം ഫാത്തിമ മാതാ ഇടവകാംഗവുമായ ശ്രീ ഷാജി സ്റ്റീഫൻ ആദ്യമായി കഥ എഴുതി സംവിധാനം നിർവഹിച്ച സിനിമയാണ് ഓഫ് റോഡ്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന ദൈവവചനത്തിൻ്റെ ഒരു സചിത്രാഖ്യാനമാണ് ഈ സിനിമ എന്നത് നിസ്സംശയം പറയാം. യേശുവിൻ്റെ മൂല്യങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ എതിർപ്പുകളും പ്രതികൂലങ്ങളും എന്തിന് ആക്രമണങ്ങൾ പോലും ഉണ്ടായേക്കാം എന്നത് വിശ്വാസ ജീവിതയാത്രയെ ഒരു ഓഫ് റോഡ് അനുഭവം തന്നെയാക്കി തീർക്കുന്നു. പുതിയൊരു ഇടവകയിലേക്ക് വികാരിയായി ചെല്ലുന്ന ജോമോൻ എന്ന ഉത്സാഹിയായ ഒരു യുവ വൈദികൻ്റെ ജീവിത വഴികളിലൂടെ മുകളിൽ പറഞ്ഞ ദൈവവചനത്തിൻ്റെ മൂർത്തമായ ഒരു അർത്ഥസങ്കല്പം നിർവഹിക്കുകയാണ് സുവിശേഷ പ്രഘോഷകൻ കൂടിയായ യുവ വൈദികൻ. തൻ്റെ ഇടവകയുടെ കീഴിലുള്ള സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി കൗൺസിലിങ്ങിലൂടെ മയക്കുമരുന്നിനടിമയാക്കപ്പെട്ടതും ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കിയ ജോമോനച്ചൻ പ്രവാചക ധീരതയോടെ ഇതിന് പിന്നിലുള്ള തൻ്റെ ഇടവകയിൽ തന്നെയുള്ള നാരകീയ ശക്തികൾക്കെതിരെ ചാട്ടവാറെടുക്കുവാൻ തീരുമാനമെടുക്കുന്നു. എന്നാൽ പണം, സ്വാധീനം, അംഗീകാരം എന്നിവ മൂലം അന്ധരായ എതിരാളികൾ ജോമോനച്ചനെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുത്തി വലിയൊരു ആരോപണത്തിൽപ്പെടുത്തി അച്ഛനെ നിശബ്ദനാക്കാനും തകർക്കാനുമൊക്കെ ഒരുങ്ങുന്നു. എന്നാൽ തൻ്റെ സഹോദരൻ ഐസക്കിൻ്റെയും നന്മ പറ്റാത്ത ചില സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ആരോപണങ്ങളുടെ കാർമ്മികങ്ങളെ തൂത്തെറിഞ്ഞ് സത്യത്തിൻ്റെ പ്രഭ വ്യക്തമാക്കി പൈശാചിക ശക്തികളുടെ വക്താക്കൾക്കെതിരെ വിജയം വരിക്കുന്ന ജോമോനച്ചൻ ഹീറോയായി പരിണമിക്കുന്നിടത്താണ് സിനിമയുടെ പരിസമാപ്തി. സമകാലിക മലയാള സിനിമയിലെ അപ്പാണി ശരത്തിനെ പോലുള്ള തിളക്കമുള്ള പ്രതിഭകളുടെ സാന്നിധ്യവും സിനിമയുടെ കലാരചയിതാവും സംവിധായകനുമായ ഷാജി സ്റ്റീഫൻ്റെ കൈയടക്കവും ഓഫ് റോഡിനെ ഒരു മികച്ച കലാവിരുന്നാക്കുന്നുണ്ട്. ശ്രീരാഗ് സുരേഷിൻ്റെ BGM വൈകാരികതയുടെ കയറ്റിറക്കങ്ങളെയും അത് പ്രേക്ഷകരിൽ കുതിപ്പിക്കുന്ന പ്രതികരണങ്ങളെയും നന്നായി തന്നെ കാറ്റലൈസ് ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വർഗവും അതിലേക്ക് നയിക്കുന്ന വിശ്വാസ ജീവിതവും എത്ര ബലാവശ്യമാണെന്നും നീതിമാനായ ദൈവം എപ്രകാരമാണ് തന്നെ സ്നേഹിക്കുന്നവരെ നീതീകരിക്കുക എന്നും വളരെ വിശ്വസനീയമായ രീതിയിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു സിനിമയാണ് ഓഫ് റോഡ്.